മധ്യപൂർവേഷ്യ സംഘർഷഭരിതമാണ്. ഇറാന്റെ ചൗബഹാർ തുറമുഖത്ത് സ്ഫോടനം നടന്നുവെന്ന് റോയിറ്റേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ ഏതാനും പേർക്ക് പരിക്കേറ്റുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദുബായിലേക്കും ഇറാന്റെ ആക്രമണ ശ്രമം. ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർത്തു. ഷാർജ വിമാനത്താവളം അടച്ചെന്ന വാർത്ത വരുന്നു. സൗദി അറേബ്യയിൽ രണ്ടിടങ്ങളിൽ ആക്രമണം നടന്നത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് UAE പ്രസിഡന്റ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ഇപ്പോൾ KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗോപി, ഇത്തരമൊരു ആക്രമണം അത് നടക്കുമെന്നറിയാമായിരുന്നു, പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇന്നുണ്ടായ ഒരു ആക്രമണമാണ്. ഇപ്പോൾ വീണ്ടും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ഇറാൻ രണ്ടാം ഘട്ട ആക്രമണം തുടങ്ങിയെന്ന അടക്കമുള്ള റിപ്പോർട്ടുകൾ. എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഗോപി? ഉന്മേഷ്, ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. മുഖാമുഖം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എയർ സ്ട്രൈക്ക് ആണെങ്കിൽ പോലും അത് ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത്. നമുക്കറിയാം, ജൂൺ 13, 2025 ഇറാനിലെ ആണവ മേഖലകൾ, ആണവ സമ്പുഷ്ടീകരണ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രതികരിച്ചത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള മേഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക എന്നതായിരുന്നു. അങ്ങനെ അതൊരു ടോക്കൺ അറ്റാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഖത്തറിലെ അൽ ഉദയ്ദ് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇറാൻ മിസൈലുകൾ തൊടുക്കുകയും അത് അമേരിക്കയെ പ്രതിരോധിക്കുകയും മറ്റാളപായമൊന്നും ഉണ്ടാകാതെ അത് അവസാനിക്കുകയും ചെയ്തു. അന്ന് നീണ്ട 2025 ജൂണിൽ തുടങ്ങി 12 ദിവസം നീണ്ടുനിന്ന ഒരു ആക്രമണ സ്വഭാവമല്ല ഇപ്പോഴുള്ളത്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായ ആക്രമണമാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനുമേൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ വിഷയം സംബന്ധിച്ചിട്ടുള്ള നെഗോസിയേഷൻസ്, അതുമായി ബന്ധപ്പെട്ട അനുനയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജനീവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, അത് പൂർത്തിയാകുന്നതിന് മുൻപ് അതിന്റെ രണ്ടാം ഘട്ടം തുടരാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ ഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടത് എന്നതിന് അതെന്തുകൊണ്ടാണെന്നുള്ളതിന് ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി നേരത്തെ പ്രതികരിച്ചു കണ്ടത്. ഇപ്പോൾ പല വാർത്തകൾ വരുന്നു. ഇറാൻ രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം കുറെ കൂടി രൂക്ഷമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാന്റെ പ്രത്യാക്രമണം. നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലെ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്, അല്ലെങ്കിൽ ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടെല്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് മിസൈൽ സംവിധാനത്തിലുള്ള ഇറാന്റെ മേൽക്കൈയാണ്. ഇറാന് 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ തൊടുക്കാൻ ഇറാന് കഴിയും. എന്ന് വെച്ചാൽ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് മിസൈൽ തൊടുക്കാൻ പ്രാപ്തിയുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ വഴങ്ങിയിട്ടുള്ള ഒരു ചരിത്രം ഇറാനില്ല. മാത്രമല്ല, ഇറാന്റെ ഏറ്റവും വലിയൊരു ആവശ്യം ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് തങ്ങൾക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കണമെന്നതാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ആണവ സമ്പുഷ്ടീകരണ പരിപാടികളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉപയോഗം, അതിന്റെ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ, നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇറാൻ ഇതിന് വെച്ച ഒരു കണ്ടീഷൻ, ആദ്യം ഞങ്ങൾക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കാം, അപ്പോൾ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ അനുനയ ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് തന്നെ ഇസ്രയേലും അമേരിക്കയും ഇറാനുമേൽ ആക്രമണം നടത്തുന്നത്. ആദ്യം നടത്തിയിട്ടുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തിരിച്ചടിച്ചു. ഇറാനും ഇതിന് സജ്ജമായി നിന്നു എന്ന് വേണം കരുതാൻ. ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്. അത് ഗൾഫ് മേഖലയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും, അത് ഖത്തറായാലും ശരി, ബഹ്റൈൻ ആയാലും ശരി, അതല്ലെങ്കിൽ UAE ആയാലും ശരി, സൗദി അറേബ്യയിലെ ചില ഈ മേഖലകളിലേക്കൊക്കെ ഇറാന്റെ മിസൈലുകൾ ചെന്ന് പതിക്കുന്നുണ്ട്. ഇത് ഒരു മധ്യപൂർവേഷ്യയിൽ ഒരു സമ്പൂർണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. നമുക്കറിയാം, ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന് ആയുധങ്ങൾ കൊണ്ട് ഇറാന് പിന്തുണ നൽകുന്നത്, ഇറാന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പിൻബലം നൽകുന്നത് രണ്ട് രാജ്യങ്ങളാണ്. അത് ചൈനയും റഷ്യയുമാണ്. അങ്ങനെ രാഷ്ട്രങ്ങൾ ചേരിതിരിഞ്ഞ് ഈ പോരാട്ടത്തിൽ അവർ പക്ഷം പിടിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഗൾഫ് മേഖല ആകെ അസ്വസ്ഥമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്നത് വളരെ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. ഒരു സമ്പൂർണ്ണ യുദ്ധവും അതുവഴി ഇറാനിലെ ഭരണമാറ്റവുമാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നതെങ്കിൽ നമ്മൾ 2025 ജൂണിൽ കണ്ടതുപോലെ 12 ദിവസത്തിൽ അവസാനിക്കുന്ന ഒരു പോരാട്ടമായിരിക്കില്ല ഇത്. അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച്
ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൾ ഔട്ട് വാറിലേക്ക്, ഒരു കംപ്ലീറ്റ് വാറിലേക്ക് ഇത് ചെന്നെത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ ആകാംക്ഷയും ആശങ്കയുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതും ഇത് തന്നെയാണ്. നമുക്കറിയാം, ഈ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും സർവ്വ സജ്ജീകരണങ്ങളും നടത്തിയ ശേഷമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതുപോലെ, ഇസ്രയേലിലെ ജനങ്ങളോട് ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഒന്നുകൊണ്ടും ഇസ്രയേൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം യുദ്ധത്തിന്റെ കാര്യത്തിൽ എല്ലാവിധത്തിലുള്ള സൈനിക ശക്തിയുടെയും കാര്യത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പിന്തുണ അമേരിക്കയെ കുറിച്ചാണ് ഇസ്രയേലിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നമ്മളോടൊപ്പമാണ്, അതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല എന്ന് ഇസ്രയേൽ ജനതയോട് പറയുന്നത് വഴി ഇതൊരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഈ സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിയന്ത്രിക്കുന്നതിനോ ഇത് നിർവീര്യമാക്കാനോ വേണ്ടിയുള്ള ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പശ്ചിമേഷ്യയെ ഒന്നാകെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുമെന്ന ആശങ്ക റഷ്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ ഉടനീളം ഇപ്പോൾ ചർച്ചകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിന് കാരണമായി ലോകസമക്ഷം നിർത്തിയിരിക്കുന്നത് ഇറാനിൽ ഉണ്ടാകുന്ന ആണവ പരീക്ഷണങ്ങൾ, അണവായുധ വികസനത്തിന് വേണ്ടി ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ ലോകത്താകമാനം അത് ഒരു വലിയ ത്രെട്ടായി, ഒരു വലിയ ഭീഷണിയായി മാറുന്നു. അത് ഇന്ന് അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടുള്ളതെങ്കിൽ നാളെ അത് അമേരിക്കയ്ക്ക് നേരെ തിരിയും. അതുകൊണ്ട് ആഗോള തലത്തിൽ തന്നെ ഒരു വലിയ ഭീഷണിയായി ഇറാൻ വളർന്നു വരുന്ന സാഹചര്യത്തെ നേരിടുക എന്നതാണ് ഈ യുദ്ധം കൊണ്ട്, ഈ ആക്രമണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് 79-ൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇസ്ലാമിക ഭരണകൂടം ഇറാനിൽ വന്നു. അന്ന് മുതൽ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർച്ച് റൈവൽ എന്ന് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി ഇസ്രായേൽ കാണുന്നത് ഇറാനെയാണ്. അന്ന് മുതൽ തന്നെ ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചതുമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇറാനിലുള്ള ഈ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഇപ്പോഴത്തെ ഈ സംയുക്ത ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഉന്മേഷ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫ് മേഖല അസ്വസ്ഥമായിരിക്കുന്നു എന്നതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.